എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവഗണിച്ചവർ നിങ്ങൾക്ക് പുറകെ വരുന്നത് കാണാം ഉടൻ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ചക്കുട്ടിയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവഗണിച്ചവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അവരെ സംബന്ധിച്ച് നിങ്ങളെ അവഗണിച്ചത് അവർക്കൊരു ഹരമായിരുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ അവഗണിച്ചതെന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. ഒരിക്കലും അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെന്നും അവഗണനകൾ മാത്രം ലഭിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ അവഗണിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അതാണ്. മനസ്സുകൊടുത്ത് ഹൃദയം തുറന്ന് സ്നേഹിച്ചവർ വല്ലാതെ അവഗണിച്ചപ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കത് ദുഃഖമായിട്ട് മാറി. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറി. എന്തിനെന്നെ അവഗണിച്ചു? എന്തിനെന്നെ അവരിങ്ങനെ അവഗണിച്ചു? നിങ്ങളാരെയും അവഗണിച്ചില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു. ഈ അവഗണിച്ചവരെ പറ്റി നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചവരായിരുന്നു അവർ. എന്തിനു വേണ്ടിയാണ് അവരെ അവഗണിച്ചത്? അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്. അവഗണിച്ചവർ നിങ്ങളാൽ സഹായിക്കപ്പെട്ടവരായിരുന്നു, നിങ്ങളാൽ സ്നേഹിക്കപ്പെട്ടവരായിരുന്നു, നിങ്ങളാൽ കാരുണ്യം കിട്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ അവഗണിച്ചു. കാരണം അവർ നിങ്ങളോട് നന്ദി കാണിച്ചില്ല. നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത അത് നിങ്ങൾ മാത്രം കാണിച്ചതായിരുന്നു. അവർ തിരിച്ച് കാണിച്ചില്ല. അവർക്കത് തിരിച്ച് കാണിക്കാൻ സാധിച്ചുമില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയായിട്ട് മാറുകയാണ് നിങ്ങളെ അവഗണിച്ചത്. നിങ്ങളെ അവഗണിച്ചതിൻ്റെ പേരിൽ അവർ ദുഃഖിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരിക്കലും നിങ്ങളെ അവർ അവഗണിക്കരുതായിരുന്നു. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിനെക്കുറിച്ച് അവരന്ന് ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അവരത് ചിന്തിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളതിനെക്കുറിച്ച് മറന്നു തുടങ്ങിയപ്പോഴാണ്. കുറേ കാലം നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടായി. അവർ അവഗണിച്ചു, അവർ വേദനിപ്പിച്ചു എന്നുള്ളതിനൊക്കെ ഓർത്ത്. അന്ന് അവർക്കത് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. അന്ന് നിങ്ങളും വിചാരിച്ച് എന്നെ അവഗണിച്ചിട്ടും എന്നെ മൈൻഡ് ചെയ്യാതെ കടന്നു പോയല്ലോ എന്ന് നിങ്ങൾക്കും തോന്നി. പക്ഷേ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറയുന്നത് അവഗണിച്ചവരിപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുകയാണ്. അവഗണിച്ചവരിപ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അവഗണിച്ചവർക്കിപ്പോൾ മനസ്സിലായി നിങ്ങളായിരുന്നു ശരി എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. അവരുടെ മനസ്സിലത് വേദനയായി. നിങ്ങൾക്കത് അറിയുമ്പോൾ സന്തോഷമുണ്ടാവും. കാരണം നിങ്ങളെ അവഗണിച്ചവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ശക്തി പകരും. കാരണം അവർ നിങ്ങളെ അവഗണിച്ചു. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലിൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അവഗണിച്ചവർ വെറുതെ അവഗണിച്ചു പോയി. അന്നു മുതൽ തുടങ്ങിയ വേദനയാണ്. എന്നോട് എന്തിനിത് അവർ ചെയ്തു? എന്നോടിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നെ തകർക്കാൻ വേണ്ടിയുള്ള നിലപാടല്ലേ അവർ സ്വീകരിച്ചത്? എന്നെ തകർത്തത് കൊണ്ട് അവർക്ക് എന്താണ് കിട്ടിയത്? എന്നെ അവർ തകർക്കരുതായിരുന്നു. ഞാൻ അവരെ സ്നേഹിച്ചത് ജീവന തുല്യമല്ലേ? അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അവഗണിക്കപ്പെട്ടതിൻ്റെ വേദന നിങ്ങൾക്ക് കടിച്ചമർത്താൻ കഴിയുന്നില്ല. പലപ്പോഴും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന്. എന്തിനാണ് എന്നെ അവഗണിച്ചത്? എന്നെ അവഗണിച്ചിട്ട് അവർ സ്വീകരിക്കാൻ ശ്രമിച്ചതോ സ്വീകരിച്ചതോ അവരുടെ തന്നെ ശത്രുക്കളെയായിരുന്നു, എൻ്റെ ശത്രുക്കളെയായിരുന്നു. ഞാൻ അവരെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ എല്ലാം ഒരു വിധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും അവഗണിച്ച വ്യക്തിയെ നിങ്ങൾ വെറുത്തില്ല. നിങ്ങൾക്കത് കഴിയുമായിരുന്നില്ല. കാരണം നിങ്ങൾ അവർക്കൊരു രക്ഷകർത്തൃത്വം നൽകിയിരുന്നു, ബഹുമാനം നൽകിയിരുന്നു. ഏതൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും അവരിൽ നിന്നും ഒരു നന്മയില്ലാഞ്ഞിട്ടും ഒരു നല്ല വാക്ക് പോലും ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതൊക്കെ ഓർത്ത് അവരുടെ മനസ്സുരുകുകയാണ്. അവർക്ക് ഇപ്പോൾ തിരിച്ചു വരണമെന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. അവരുടെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ്. കാരണം ഇതൊന്നും ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചു. എന്നെ അവഗണിച്ചവർ എന്ത് മനസ്സിലാണ് എന്നെ അവഗണിച്ചത്? അവർക്ക് എങ്ങനെ തോന്നി?
എന്നോടിങ്ങനെ ചെയ്യാൻ. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ, ഒന്നോ രണ്ടോ ആകാം, ചിലപ്പോൾ അതിൽ കൂടുതലാകാം, ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും ആ വ്യക്തിയോട് സംസാരിച്ചിരുന്നു. നീ കാണിച്ചത് നന്ദികേടാണ്, നീ കാണിച്ചത് മര്യാദകേടാണ്, ആത്മാർത്ഥതയില്ലായ്മയാണ്, അതെല്ലാം വിട്ടിട്ട് നീ ആരെയാണ് സ്നേഹിക്കാൻ പോയത് എന്നിങ്ങനെയുള്ള കുറേ സംസാരം ആ വ്യക്തിയുടെ കാതുകളിൽ വന്നു. അതും പിന്നീട് ആ വ്യക്തി ഒറ്റക്ക് ചിന്തിച്ചപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖം തോന്നുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഈശ്വരൻ അതിനുശേഷം നൽകിയ മുന്നേറ്റങ്ങൾ അതും ആ വ്യക്തിക്ക് തിരിച്ച് ചിന്തിക്കാൻ കാരണമായി. എങ്ങനെയായാലും അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോൾ ആ വ്യക്തി അവഗണിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കുകയാണ്. ഹൃദയം ഉരുകുന്ന ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുകയാണ്. അതിൽ നിന്ന് ഇനി ഒരു മോചനം കിട്ടണമെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാലേ കഴിയുള്ളൂ. മാപ്പ് കൊടുത്തുകൊണ്ട് ആ വ്യക്തിയെ സ്വീകരിക്കാതിരുന്നാൽ ആ വ്യക്തി തകർന്ന് തരിപ്പണമായി പോകും. കാരണം ആ വ്യക്തി അതിന് ആ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥയുമാണ്. കാരണം അത്രത്തോളം നിങ്ങളെ അവഗണിച്ചു. പക്ഷെ അവസ്ഥ അതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.